ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമായത്, നിങ്ങൾ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ നിങ്ങൾക്ക് സഹായകനെ നൽകാം. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങൾ വചനം പ്രഘോഷിക്കാനായിട്ട് ലോകത്തിന്റെ അതിർത്തികളോളം പോകണമെങ്കിൽ നിങ്ങളുടെ ശക്തി കൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല. ദൈവത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ ജീവിതത്തില് ആവശ്യമാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്ന് അത് നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ ശിഷ്യന്മാരോട് പറഞ്ഞ ഇതേ ഉപദേശം തന്നെയാണ് എൻ്റെ ദൈവം ഇന്ന് എനിക്കും തരുന്നത്. ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ, ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ, യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കണമെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് മാത്രം ഒരിക്കലും സാധ്യമല്ല. മറിച്ച് ആര് വേണം? ദൈവത്തിന്റെ സഹായം വേണം. ദൈവത്തിന്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായി. അതുകൊണ്ടാണ് അവനൊരു സഹായകനായ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയത്. കാരണം എൻ്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്കൊരിക്കലും ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചൊരുങ്ങി പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട് തയ്യാറായാൽ നിന്റെ ജീവിതത്തില് നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ജീവിതത്തിൽ മറന്നു പോകുന്നതും ഇത് തന്നെയാണ്. ശക്തി സ്വീകരിക്കാൻ പറ്റുന്നില്ല. ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ടോ അവൻ നൽകുന്ന സഹായകനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ടോ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് പോവുക. കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ പറയുക, മോനെ, നീ നിന്റെ കഴിവിൽ ആശ്രയിച്ചാല് നിനക്ക് പരാജയം മാത്രമായിരിക്കും ലഭിക്കുക. നിനക്ക് വിജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം വേണം. ദൈവസഹായം നിനക്ക് ലഭിക്കണമെങ്കിൽ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് തമ്പുരാന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ദൈവസന്നിധിയിൽ കൂടുതൽ സമയമായിരിക്കുവാനായിട്ട് അവൻ നൽകുന്ന സഹായകനെ സ്വീകരിച്ച് ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് തമ്പുരാന്റെ വചനം മറ്റുള്ളവർക്ക് സന്തോഷത്തോടുകൂടി പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.